നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ലോക്സഭയിലൊക്കെ വലിയ സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷത്തിൻ്റെ വർദ്ധിത വീര്യത്തോടു കൂടിയുള്ള സമരത്തിനെതിരായ പ്രത്യാക്രമണം, അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ചില പരാമർശങ്ങൾ. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി സഭയിലേക്ക് എത്തുകയാണ്. കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ചർച്ചകൾ, വാഗ്വാദങ്ങളൊക്കെ പ്രതീക്ഷിക്കണം. പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. മറ്റൊന്ന്, പശ്ചിമേഷ്യൻ സംഘർഷം, അത് സൗദി അറേബ്യയുടെയും US-ൻ്റെയും സംയുക്ത ആക്രമണം ഇപ്പോൾ ഇറാഖിലുള്ള ഇറാൻ്റെ സ്വാധീനമുള്ള മേഖലകളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടിയുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുമായി നമുക്ക് രാവിലെ ആരംഭിക്കാം. ആദ്യം തലക്കെട്ടുകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ഇന്നും ചർച്ച. രാഹുൽ ഗാന്ധി സംസാരിക്കും. സമരക്കാർക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്ന് പ്രതിപക്ഷം. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിലെ കുറ്റപത്രം കോടതി ഇന്ന് പരിഗണിക്കും. 13 പേരെ പ്രതികളാക്കി CBI കുറ്റപത്രം. SHO പരിഷ്കാരം പുനഃപരിശോധിക്കാൻ സർക്കാർ. SHOമാരായ CIമാരുടെ എണ്ണം 64 നിന്ന് ഉയർത്തിയേക്കും. 110 സ്റ്റേഷനുകളിൽ CIമാർ SHOമാരായി തുടർന്നേക്കും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇരാറ്റുപേട്ട തീക്കോയിൽ നവജാത ശിശുക്കളെ വിറ്റ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ അന്വേഷണം വ്യാപകമാക്കി പോലീസ്. പ്രതികളുമായി ബന്ധമുള്ളവരെ കൂടി ചോദ്യം ചെയ്യും. ഇടനിലക്കാരെ കണ്ടെത്താൻ ശ്രമം. തമിഴ്നാട് കേന്ദ്രീകരിച്ചും സമാന തട്ടിപ്പ് നടത്തിയതായ സൂചന. വടകര MDMA കേസിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. ഒടുവിൽ അറസ്റ്റിലായത് ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ്. അറസ്റ്റിലായ അധ്യാപികമാരുമായി ഇയാൾ പണമിടപാട് നടത്തിയതായി കണ്ടെത്തൽ. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ MK റാമുമായി ഇന്ന് തെളിവെടുപ്പ് തുടരും. തെളിവെടുപ്പ് നടക്കുക അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലും റാമിന്റെ ക്ലിനിക്കിലും. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന്റെ നടപടി. ദീപക് ജോയി MLA ആയി ജയിച്ച സാഹചര്യത്തിൽ UDF-ൽ VR സുധീറും LDF-ൽ PJ യേശുദാസും സ്ഥാനാർത്ഥികൾ. ജലജ ആചാരി BJP സ്ഥാനാർത്ഥി. കൗൺസിലിൽ ഭൂരിപക്ഷം UDF-ന്. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദത്തിനിടെ BJPയുടെ സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന്. V മുരളീധരനും K സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള മുൻ പ്രസിഡന്റുമാർക്ക് ക്ഷണമില്ല. ഭാരവാഹികളിലെ തർക്കം പരിഹരിക്കുക പ്രധാന അജണ്ട. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കു സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാറ്റും ഇടിമിന്നലും ഉണ്ടാകും. ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരും. ഇറാഖിലെ ഇറാൻ അനുകൂല ഭീകര കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി US-ഉം സൗദി അറേബ്യയും. പശ്ചിമേഷ്യയിലെ പെട്രോളിയം കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ മിസൈൽ ഡ്രോൺ വർഷങ്ങൾക്ക് തിരിച്ചടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ US സന്ദർശനം തുടരുന്നു. ജപ്പാനിൽ ഭൂചലനത്തിൽ വ്യാപക നാശനഷ്ടം. മരണം 13ആയി. ഷോപ്പിംഗ് മാളിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർ മരിച്ചതായും സൂചന. റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തി. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പ്രതിപക്ഷം നടത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ തുടക്കം മുതലുള്ള ആവശ്യം. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടതാണ്, ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും സഭയിൽ ഉണ്ടായിരുന്നില്ല. അമിത്ഷാ മാപ്പ് പറയും വരെ പ്രതിഷേധം തുടരാനാണ് നീക്കം. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി സഭയിലെത്തും, സംസാരിക്കും. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ 13 പേരെ പ്രതികളാക്കി CBI കുറ്റപത്രം ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇന്ന് കുറ്റപത്രം പരിഗണിക്കുന്ന പശ്ചാത്തലവുമുണ്ട്. ഇപ്പോൾ CJP ഒക്കെ പറയുന്നത് ഈ
തങ്ങളുടെ പ്രവർത്തകർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു സമരം അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇന്നലെ സുപ്രീം കോടതി അന്വേഷണം തുടരാം ഇവർക്കെതിരെ എന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അറസ്റ്റ് പാടില്ല, ഈ അന്വേഷണം തുടരാമെന്ന പരാമർശത്തിൽ പോലും CJPക്ക് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുള്ള നിലപാടായിരിക്കും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുക എന്നുള്ളത് വേണം കാണാൻ. വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ ആഴ്ച മുഴുവൻ പാർലമെന്റ് സ്തംഭിച്ചു. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ പാർലമെന്റുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായി. ഇന്നിപ്പോൾ അമിത്ഷായുടെ മറുപടിയാണ് ഇവർക്ക് വേണ്ടത്. പ്രതിപക്ഷത്തിൻ്റെ ഈ ആവശ്യത്തോട് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല സമീപനം ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകുമോ? രഞ്ജിത്ത്, സർക്കാരിനെ കടന്നാക്രമിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തിയില്ല എന്നൊരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ സംസാരിക്കുമെന്ന് കരുതുന്നു. 2 മണിക്കൂറാണ് ഇന്ന് ചർച്ചയ്ക്കായി തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ CJP നേതൃത്വം ഇതിൽ അവരുടെ പ്രതിഷേധവുമായി ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ കേസുകൾ പിൻവലിക്കുമെന്ന ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെ FIRകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം വീണ്ടും ശക്തമാക്കേണ്ടി വരുമെന്ന് അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് SFIയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടായത്. ഒരു പഴയ മാർച്ചിൻ്റെ പേരിൽ, നേരത്തെ നടത്തിയ മാർച്ചിൻ്റെ പേരിലായിരുന്നു കഴിഞ്ഞ ദിവസം CPM ആസ്ഥാനത്തെത്തിയ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടായത്. അതും ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോഴത്തെ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ വൈരാഗ്യബുദ്ധിയിൽ അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്ന ആക്ഷേപമാണ് ഒരു വശത്ത് ഉയർന്നു വരുന്നത്. ഇതിനിടയിൽ ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിരോധം തീർക്കുന്നതിന് സർക്കാർ എടുത്തിട്ടുള്ള തന്ത്രം BJPയിലെയും NDAയിലെയും യുവ നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് പാർലമെൻറ്റിൽ അങ്ങനെ ഒരു പ്രതിരോധം തീർക്കുക, ആ ഒരു തന്ത്രമാണ് ഇപ്പോൾ BJP പയറ്റുന്നത്. മാത്രമല്ല, മുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാതെ യുവ നേതാക്കളെ കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയിക്കുക, ആ ഒരു നീക്കം സർക്കാരും നടത്തുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 13 പേരെ പ്രതി ചേർത്തുള്ള കുറ്റപത്രം CPI ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കുറ്റപത്രം പരിഗണിക്കുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനുള്ള തീരുമാനം അത് ഈ കേസ് പിൻവലിക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഇതിനിടയിലാണ് നമുക്കറിയാം E20 പോലുള്ള ഇന്ധനവുമായി ബന്ധപ്പെട്ട് വീണ്ടും കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു കൂട്ടായ്മയുടെ ശ്രമം നടക്കുന്നതും അവർ അടുത്ത മാസം 4-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതും കേന്ദ്ര സർക്കാരിനെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ യുവാക്കളെ കൊണ്ട്, യുവജനങ്ങളെ കൊണ്ടൊക്കെ തന്നെ ഈ സമരത്തിൻ്റെ മുൾമുനയിൽ എത്തിക്കുക, അങ്ങനെ പ്രതിരോധത്തിലാക്കുക എന്നൊരു തന്ത്രം കോൺഗ്രസ് രാഷ്ട്രീയമായി കൂടി പയറ്റുന്ന ഒരു സാഹചര്യം. ഇന്നലെ നമ്മൾ കണ്ടതാണ്, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അതിശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി അതിശക്തമായാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ആക്രമിച്ചത്. അങ്ങനെ ഒരു വർദ്ധിത വീര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിലുണ്ട്. അതൊക്കെ യുവാക്കളുടെ മുന്നേറ്റം കണ്ടാണ്, പുതിയ സമരമുഖത്തിൻ്റെ ഒരു ബലം കണ്ടാണ്. അത് കോൺഗ്രസിന് കൂടി ഒരു കരുത്താകുന്ന പശ്ചാത്തലമുണ്ട്. അത് പൂർണ്ണമായും അവർ സഭയിൽ വിനിയോഗിക്കും, സംശയമില്ല. പക്ഷേ അതിനെ എങ്ങനെയാണ് ഭരണപക്ഷം പ്രതിരോധിക്കുന്നത് എന്നുള്ളതുണ്ടല്ലോ. അമിത്ഷാ മറുപടി പറഞ്ഞിട്ടില്ല. കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ തീരുമാനമായോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇന്നലത്തെ കോടതിയുടെ പരാമർശമുണ്ട്, അന്വേഷണം തുടരാമെന്നുള്ളത്. ഈ CJP കരുതുന്നത് ഈ കോടതിയുടെ പരാമർശമൊക്കെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സമരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ, അവരെ പീഡിപ്പിക്കാനൊക്കെ ആയുധമാക്കുമെന്നുള്ളതാണ്. അതൊക്കെ പരിഗണിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് ഭരണപക്ഷവും എത്തണമല്ലോ. ആ ഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ആ തലത്തിലുള്ള ആലോചന ഏതൊക്കെ തരത്തിലാണ് വിനോദ്? രഞ്ജിത്ത്, ഇതിൽ സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഈ പെല്ലറ്റ് ആക്രമണമുണ്ട്. അതോടൊപ്പം തന്നെ പട്നയിൽ AK-47 ഉപയോഗിച്ച് സമരക്കാരെ വെടിവെച്ച സംഭവം, ഇതിൽ യുവാക്കൾക്ക് പരിക്കേറ്റിരുന്നു. ഇത് തീർച്ചയായും സർക്കാരിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തുകൊണ്ട് ഈ AK-47 ഉപയോഗിക്കേണ്ടി വന്നു? അതോടൊപ്പം തന്നെയാണ് പെല്ലറ്റ് ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചത്. അത് മരണം വരെ ഇടയാക്കാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. യുവാക്കളുടെ സമരത്തെ ഇങ്ങനെയാണോ നേരിടുന്നത് എന്ന ഒരു ചോദ്യമാണ്. മാത്രമല്ല, രഞ്ജിത്ത് പറഞ്ഞതിൻ്റെ ആദ്യ ഭാഗത്തിൽ കോൺഗ്രസ് ഇത് രാഷ്ട്രീയമായി മെച്ചമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതാണ്. അതിൽ KC വേണുഗോപാൽ അടക്കമുള്ളവരുടെ ഒരു പ്രസ്താവന, ഇത് CJPയുടെ വിജയമാണ്, അല്ലെങ്കിൽ ആ യുവജനങ്ങളുടെ വിജയമായിരുന്നു ഈ സമരത്തിൻ്റെ നേട്ടം എന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായെങ്കിലും
നമ്മൾ പാർലമെൻറ്റിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ CJPക്ക് അങ്ങനെ പ്രതിനിധികളോ അവരുടെ വക്താക്കളോ MP മാരോ ഒന്നും തന്നെ ഉള്ള ഒരു സംവിധാനമല്ല. അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സർക്കാരിനെ ഇങ്ങനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വലിയ ആക്രമണം നടത്താൻ കഴിയുന്നത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കുമാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഇടപെടൽ. അത് കഴിഞ്ഞ ദിവസത്തെ കോൺഗ്രസിൻ്റെ ആരോപണം. ഇന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കുമെന്ന് വിവരം വന്നിട്ടുണ്ട്. 2 മണിക്കൂറാണ് ഇന്നത്തെ ചർച്ച. കഴിഞ്ഞ ദിവസം 8 മണിക്കൂർ ചർച്ചയുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മാറി നിന്നതിനെ വലിയ തോതിൽ കോൺഗ്രസ് വിമർശിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന ചിത്രം കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തു എന്ന നിലയ്ക്ക് തന്നെയാണ്. അതിൻ്റെ ഒരു മൈലേജ് കോൺഗ്രസിനുണ്ടാകുന്നു എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. CJP വീണ്ടും കൂടുതൽ അഗ്രസീവായി വരുന്നു, അല്ലെങ്കിൽ അവർ വീണ്ടും സമരമുഖത്തേക്ക് വരുന്നു എന്ന സൂചനകൾ നൽകുന്നുണ്ട്. അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഈ കേസുകൾ പിൻവലിക്കുമെന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു, എഴുതി നൽകിയ ഉറപ്പാണ്. അത് JP നദ്ദയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ 2 മന്ത്രിമാരുടെ പ്രതിനിധി സംഘമാണ് CJP നേതാക്കളുമായി ചർച്ച നടത്തിയത്. അവർ നൽകിയ ഉറപ്പ് പാലിച്ചില്ല എന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ CJP ഉയർത്തിക്കാട്ടുന്നത്. അവർ സമരവുമായി മുന്നോട്ട് പോകുന്ന നിലയിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഇപ്പോഴത്തെ നിലപാട് കൂടി നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ടതാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും, സംശയമില്ല. എന്താണ് ഭരണപക്ഷത്തിന് പ്രതിരോധിക്കാൻ അവർ കാത്തുവച്ചിരിക്കുന്ന ആയുധം എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണണം. കോട്ടയം ഈരാറ്റുപേട്ട തീക്കോയിൽ നവജാത ശിശുക്കളെ വിറ്റ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു ഇത്. തമിഴ്നാട്ടിലേക്കടക്കം ഈ സംഭവങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം ചില റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കൂടാതെ ഇവരുമായി ബന്ധമുള്ളവർ നിരവധി ആളുകൾ ഈ തട്ടിപ്പിൽ, ഈ ക്രമക്കേടിൽ, ഈ ക്രിമിനൽ പ്രവർത്തനത്തിൽ പങ്കാളികളായി എന്നുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പ്രതി അർജുൻ്റെ മാതാവിനെയും സഹോദരിയെയും പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന വിവരം ഉണ്ട്. നേരത്തെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് സമാനമായ തട്ടിപ്പ് നടത്തി ഇവർ തന്നെ എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. ഒപ്പം ഇടനിലക്കാർ, സ്വാഭാവികമാണ്, ഇതിൽ ഇടനിലക്കാരുണ്ടാകും. ഇവരെ കണ്ടെത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും പോലീസ് വ്യാപകമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ശ്രീത്ത്, ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി വലുതായിരിക്കാം. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലൊക്കെ ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാകാം. ഇപ്പോൾ ഈ അറസ്റ്റിലായ ആൾ മാത്രമാണോ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്? മറ്റു തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ടോ? എന്തൊക്കെ പ്രാഥമിക വിവരങ്ങളാണ് ഈ വിഷയത്തിൽ ഇതിനകം പോലീസിന് കിട്ടിയിട്ടുള്ളത്? രഞ്ജിത്ത്, ഈ ഇരുപക്ഷത്തെയും മൊഴിയെടുക്കുന്നു. അതിൽ നിന്ന് വന്ന സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ, കൂടുതൽ ആളുകൾ ഉണ്ടാകാമെന്ന നിഗമനം, ഇതൊക്കെ അനുസരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഇതിന് ഇടനിലയായി നിന്നിട്ടുണ്ട്. ഈ തട്ടിപ്പിന്, ഈ ശൃംഖല വളർത്താൻ വേണ്ടി നിലവിൽ എന്തായാലും ഇതുവരെയുള്ള വിവരം അനുസരിച്ച് ഇവർ ഏതെങ്കിലും കുട്ടികളെ, ഈ തിക്കോയി കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു തട്ടിപ്പിൽ ഏതെങ്കിലും കുട്ടികളെ വിറ്റതായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. പോലീസ് അതിലേക്കൊക്കെ എത്തുന്നേ ഉള്ളൂ. ഇത് വളരെ മിനിയാന്ന് മാത്രമാണ് ഈ സംഭവം ഫലത്തിൽ പോലീസിന്റെ കയ്യിലേക്ക് എത്തുന്നതും. അതായത് അതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടി പുറത്തേക്ക് വരുന്നത് വിവരങ്ങളുണ്ട്. പക്ഷേ ഇതിന്റെ വ്യാപ്തി മനസ്സിലായത് മിനിയാന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണത്തിലേക്ക് കാര്യമായി എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രിയും SP-യുടെ നേതൃത്വത്തിലുള്ള SP സാബു മാത്യുവിന്റെ നേതൃത്വത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി അടക്കം കൂടിയാലോചനകൾ നടത്തുന്നുണ്ടായിരുന്നു. ഏതൊക്കെ വഴിയിൽ എങ്ങനെയൊക്കെ അന്വേഷണം നടത്തിയാൽ പ്രതികളെ കണ്ടെത്താൻ കഴിയും എന്നുള്ള വിവരങ്ങൾ അവർ തേടി പോകുന്നുണ്ട്. ഇവർ തമിഴ്നാട്ടിൽ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ ചില തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിലും ഒരു അന്തിമമായ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഏജന്റുമാരെ കണ്ടെത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഏതെങ്കിലും കുട്ടികളെ ഇങ്ങനെ വിറ്റിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഇതിന്റെ വ്യാപ്തി കുറച്ചുകൂടി വലുതാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ എന്തായാലും ഇതുമായി ഒരുപക്ഷെ ബന്ധമുണ്ടാകാം എന്ന് കരുതി ഈ പ്രതി അർജുന്റെ അമ്മയെയും ഭാര്യയെയും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അവരെ വിട്ടയക്കുകയാണ് ചെയ്തത് വൈകുന്നേരത്തോടുകൂടി. അവർക്ക് ഇതുമായി കാര്യമായ ബന്ധമൊന്നും ഉള്ളതായി പോലീസ് ഈ ഘട്ടത്തിൽ എന്തായാലും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവരെ വിട്ടയച്ചത്. ഏതാണ്ട് 1 മാസമായി മാത്രമാണ് ഈ സംഘം തീക്കോയി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഈ പെൺകുട്ടിയാകട്ടെ എത്തിയത് ജൂലൈ 16-നാണ്. അത്ര ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നേരത്തെ ഇവിടെ താമസിച്ചിരുന്നു എന്ന് പറയുന്ന ചില സ്ത്രീകൾ, അത് അർജുനുമായി ബന്ധമുള്ള ചില സ്ത്രീകളാണ് എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പോലീസ് ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ സ്ഥിരീകരണം ഇതുവരെ പോലീസ് നൽകുന്നില്ല. എന്തായാലും ഈ അറസ്റ്റിലായ 2 പ്രതികളെ റിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്.
കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി പരമാവധി ഇതിനൊരു രഹസ്യ സ്വഭാവം ഈ ഘട്ടത്തിൽ പോലീസ് സൂക്ഷിക്കുന്നത് ഈ അന്വേഷണത്തെ അല്ലെങ്കിൽ അത് ബാധിക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇതിലേതെങ്കിലുമൊക്കെ ആളുകളിലേക്ക് എത്താനുള്ള സൂചനകൾ പുറത്തു വന്നാൽ അത് അവർക്ക് രക്ഷപ്പെടാനുള്ള കാരണമായി മാറിയേക്കാം എന്നും പോലീസ് വിലയിരുത്തുന്നു. എന്തായാലും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഒരുപക്ഷെ സമീപ സംസ്ഥാനങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾക്കാകും ഇനിയുള്ള ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുക. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു തട്ടിപ്പാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി അന്വേഷിക്കുന്നുമുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത, പോലീസ് സേനയിലെ SHO പരിഷ്കാരം, അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ LDF സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരത്തിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഇപ്പോൾ UDF ശ്രമിക്കുന്നത്. UDF ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തു കഴിഞ്ഞു. SHOമാരായ CIമാരുടെ എണ്ണം 64 നിന്ന് ഉയർത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നടത്തുന്നത്. നഗര കേന്ദ്രീകൃതവും കുറ്റകൃത്യങ്ങൾ കൂടിയതുമായ 110 സ്റ്റേഷനുകളിൽ CIമാർ തന്നെ SHOമാരായി തുടർന്നേക്കും എന്നാണ് വിവരം. തിരുവനന്തപുരം വലിയതുറയിൽ അടക്കം പ്രധാനപ്പെട്ട സ്റ്റേഷനുകളുടെ ചുമതല CIയിൽ നിന്ന് SIയിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ട ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഈ ഇടപെടൽ. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, നമ്മൾ നേരത്തെ ഈ പരിഷ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ചില അപാകതകൾ ചൂണ്ടിക്കാണിച്ചതാണ്. വലിയതുറ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ പോലും അത്തരം മാറ്റങ്ങൾ വരുമ്പോൾ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ, VVIP മൂവ്മെൻ്റ് ഒക്കെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റേഷനുകളിലാകുമോ ഇനി CIമാരെ അത്തരത്തിൽ നിയമിക്കുക? മറ്റ് വിവരങ്ങൾ എന്താണ്? ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്ത് ആകെയുള്ള 474 പോലീസ് സ്റ്റേഷനുകളിൽ 64 സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി CIമാർ തന്നെ SHOമാരായി തുടരുകയും മറ്റുള്ള എല്ലാ സ്റ്റേഷനുകളിലും SIമാർക്ക് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചുമതല കൈമാറാനുമുള്ളൊരു തീരുമാനത്തിലേക്കായിരുന്നു ആഭ്യന്തര വകുപ്പ് നേരത്തെ എത്തിയത്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവൊക്കെ പുറത്തിറങ്ങിയതാണ്. ഓഗസ്റ്റ് 15 മുതൽ അതുമായി ബന്ധപ്പെട്ട് ഈ പുതിയ സ്റ്റേഷൻ പരിഷ്കാരം നടപ്പിലാകുമെന്നായിരുന്നു നേരത്തെ നൽകിയ വിവരവും. അതിനിടയിലാണ് ഈ പ്രധാനപ്പെട്ട ചില പോലീസ് സ്റ്റേഷനുകൾ നിലവിൽ CIമാർ SHOമാരായിട്ടുള്ള തിരുവനന്തപുരം വലിയതുറയിലെ, അതായത് ഡൊമസ്റ്റിക് എയർപോർട്ടും ഇന്റർനാഷണൽ എയർപോർട്ടും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ അടക്കം ഈ പുതിയ പരിഷ്കാരം നടപ്പിലാകുന്നതോടെ SIമാർ SHOമാരാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുവെന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇതിലെ ചില അപാകതകൾ കൃത്യമായി ആഭ്യന്തര വകുപ്പിൻ്റെ മുമ്പിലേക്ക് എത്തുകയും അങ്ങനെ ഈ CIമാർ SHOമാരാകുന്ന സ്റ്റേഷനുകളുടെ എണ്ണം 64-ൽ നിന്ന് 110-ലേക്ക് ഉയർത്താനുള്ള ഒരു ശുപാർശ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. കൃത്യമായി നഗര കേന്ദ്രീകൃതവും അതോടൊപ്പം തന്ത്രപ്രധാന സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നതും കുറ്റകൃത്യങ്ങൾ കൂടിയതുമായിട്ടുള്ള സംസ്ഥാനത്തെ 110 സ്റ്റേഷനുകൾ അങ്ങനെയാണെങ്കിൽ CIമാർ തന്നെ SHOമാരാകുന്ന സാഹചര്യം വരും. അതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. ആഭ്യന്തര വകുപ്പ് അതിന് മുന്നിലെത്തിയിരിക്കുന്ന ശുപാർശ അത് മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് എത്തണം. അവിടെ നിന്നാണ് ഔദ്യോഗികമായ ചർച്ചകൾക്ക് ശേഷം ഇത് തീരുമാനത്തിലേക്ക് കടക്കുക, ഔദ്യോഗിക ഉത്തരവായി പുറത്തിറങ്ങുക. പക്ഷേ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 64-ൽ നിന്ന് CIമാർ SHOമാരായ സ്റ്റേഷനുകളുടെ എണ്ണം 110-ആയി ഉയർത്താനുള്ളൊരു ഏകദേശ ധാരണയിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് ചില അപാകതകൾ കൂടി പോലീസ് അസോസിയേഷൻ നേതാക്കളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാകണം ഈ പരിഷ്കാരം നടപ്പിലാക്കേണ്ട നിർദ്ദേശം കൂടിയുണ്ട്. അതുകൊണ്ട് ഓഗസ്റ്റ് 15 തന്നെ ഈ പുതിയ പരിഷ്കാരം നടപ്പിലാക്കുമോ അതോ ഇനി ഈ അപാകതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടേ ആ പരിഷ്കാരം നടപ്പിലാക്കാൻ തുടങ്ങുകയുള്ളൂ എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ ഒരു ആശങ്ക കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ആദ്യം 64 സ്റ്റേഷനുകൾ SHOമാർ തുടർന്നാൽ മതി എന്നൊരു തീരുമാനത്തിൽ അപാകതകളുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സംഖ്യ 110-ആയി ഉയർത്താനുള്ള തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. നമുക്കറിയാം ഡാന്, ഈ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തല മന്ത്രിയായതിനു ശേഷം സമഗ്രമായ പല വിധത്തിലുള്ള പരിഷ്കാരങ്ങൾ, നടപടികളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിൽ പ്രധാനമാണ് ഈ പറഞ്ഞ SHOമാരുടെ വിഷയം. മറ്റൊന്നാണ് ഇന്നലെ അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം. ഇതൊക്കെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ പൂർണ്ണമായും ഉടച്ചു വാർക്കുക എന്നുള്ള ലക്ഷ്യം ആഭ്യന്തരമന്ത്രിക്കുണ്ട് എന്ന് വേണം കരുതാൻ. അതിന് പൂർണ്ണ പിന്തുണ കോൺഗ്രസ് അനുകൂല, UDF അനുകൂല പോലീസ് സംഘടനയുടെ ഭാഗത്തു നിന്ന് വേണം താനും. പക്ഷേ പല പരിഷ്കാരങ്ങളിലും അവർക്ക് അതൃപ്തിയുണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായി ഇത്രയും നാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയാണ് പോലീസ് ഓഫീസർ അസോസിയേഷൻ. ആ അസോസിയേഷൻ പൂർണ്ണമായി ഇല്ലാതാകുകയും
സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ SIമാർ മുതൽ നോൺ IPS SP മാർ വരെയുള്ളവർ ഉൾപ്പെടുന്ന പുതിയൊരു സംഘടനയ്ക്ക് രൂപം നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇനി 2 സംഘടനകൾ മാത്രമായിരിക്കും പോലീസിൽ ഉണ്ടാകുക. ഇങ്ങനെയൊരു സമഗ്രമായ പരിഷ്കാരമൊക്കെ നടക്കുന്നതിലൂടെ സേനയിൽ കൃത്യമായ ഒരു കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്വഭാവം കൈവരും. അതിനെ സേനയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് ഒരു തടയിടാൻ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ തീരുമാനത്തിലൂടെ കഴിയുമെന്നൊക്കെയാണ് പ്രതീക്ഷ. പക്ഷേ അത് എത്ര കണ്ട് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാറി മാറി വരുന്ന സർക്കാരുകളാണ് നമ്മളുടേത്. കഴിഞ്ഞ സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു CIമാർ SHOമാർ ആകട്ടെ എന്നത്. ആ തീരുമാനമാണ് ഇപ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉടച്ചു പറക്കാൻ പോകുന്നത്. സമാനമായ തരത്തിൽ ഈ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ സേനയിലെ പരിഷ്കാരങ്ങളും അത് പൊളിച്ചെഴുത്തുകളുമൊക്കെ വീണ്ടും പഴയപടിയാവുകയും പിന്നെ അത് മാറ്റുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു സാധാരണ കാഴ്ചയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം അത് സേനയെ സംബന്ധിച്ച് ചരിത്രപരമായ തീരുമാനമാണ്. അത് ഏത് തരത്തിൽ അവിടെ പ്രതിഫലിക്കുമെന്നാണ് അറിയേണ്ടത്. കാരണം സെപ്റ്റംബർ 15 മുമ്പ് തെരഞ്ഞെടുപ്പ് നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ പോലീസിൻ്റെ ഓഫീസർ അസോസിയേഷനുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം പോലീസ് അസോസിയേഷനൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പുതിയ പരിഷ്കാരത്തിൻ്റെ പ്രതിഫലനം എന്താകും, അത് രാഷ്ട്രീയമായി എന്ത് പ്രതിഫലനമാകും ഉണ്ടാക്കുക എന്നതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ് നിലവിലെ സാഹചര്യം. ശരി ഡാൻ. മറ്റു വാർത്തയിലേക്ക്, MDMA കച്ചവടത്തിന് പിടിയിലായ 3 അധ്യാപികമാർക്കൊപ്പമുള്ള കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നു. ആദ്യം 1, പിന്നീട് 2, അവസാനം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3ാമത്തെ അധ്യാപികയും അറസ്റ്റിലായതോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പങ്കാളിത്തം, ഇവർ കൂട്ടുകച്ചവടം നടത്തിയിരുന്നവരാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസിനെയാണ് ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തത്. 1 കോടിയോളം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള പണമിടപാട് MDMAയുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തി ഈ അധ്യാപികമാരുമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡെലിവറി ബോയായി ജോലി ചെയ്ത് വരുന്നതിനിടയ്ക്കാണ് ഇത്തരം ചില പണികളിൽ കൂടി ഇയാൾ ഏർപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അറസ്റ്റിലായ യുവതികളുമായി ഇയാൾക്ക് ഈ പറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ പണമിടപാടുകളുണ്ട്. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് എത്ര വലുതാണ് എന്നാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്? പിടിയിലാവുന്നത് BRCയുമായി ബന്ധപ്പെട്ട അധ്യാപികമാർ, ഡെലിവറി ബോയ്, ഇവർ തമ്മിലുള്ള ബന്ധം, ഒരുപക്ഷെ ഇവർ മയക്കുമരുന്നിന് കാരിയേഴ്സായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾ, അങ്ങനെ പല തലങ്ങളിലാണ് ഈ വിഷയം. അനസ്യൂതം ഇവരുടെ പ്രവർത്തനം ഇത്രയും വർഷം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് വ്യാപിക്കുകയായിരുന്നു. ഇപ്പോൾ കൂടുതൽ കണ്ടെത്തലുകളാണ് പോലീസ് നടത്തുന്നത്. തീർച്ചയായും നമ്മൾ ഈ ഞെട്ടിക്കൽ എന്ന വാക്ക് കൃത്യമായി അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം വടകരയിൽ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നു. അത് കേവലം 2 ഗ്രാം MDMAയുമായാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റാണ് പിന്നീട് വലിയ ഒരു ശൃംഖലയിലേക്ക് വെളിച്ചം വീശുന്ന രീതിയിൽ ആ കേസിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കീർത്തന എന്ന അധ്യാപിക ആദ്യം കസ്റ്റഡിയിലാവുന്നത്. കീർത്തനയിൽ നിന്നുള്ള വിവരങ്ങളനുസരിച്ച് കാവ്യ കസ്റ്റഡിയിലാവുന്നു. പിന്നെ നേഷ്മ എന്ന അധ്യാപികയും കസ്റ്റഡിയിലാവുന്നു. നമുക്കറിയാം ഈ 3 അധ്യാപികമാരും തമ്മിൽ ഏറെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന് BRCയിലെ തന്നെ സഹപ്രവർത്തകരായ ആളുകൾ നമ്മളോടക്കം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 3 പേരും ഈ വിവാഹ ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ ഉള്ളതുകൊണ്ട് തന്നെ സമാന സ്വഭാവക്കാരായ അല്ലെങ്കിൽ സമാന മനസ്കരായ ആളുകൾ എന്ന രീതിയിൽ പരസ്പരം അടുത്തിടപഴകിയെന്നാണ് തങ്ങൾ കരുതിയെന്ന് പറയുന്നു. ഒപ്പം ഈ 3 പേരുടെയും ജീവിതശൈലിയിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ താഴെയായി വലിയ മാറ്റം ഉണ്ടാകുന്നു. ആഡംബര രീതിയിലുള്ള ജീവിതത്തിലേക്ക് മാറുന്നു. കേവലം 12,000 രൂപയാണ് ഇവർക്ക് BRCയിൽ നിന്നും ശമ്പളം ലഭിച്ചിരുന്നതെങ്കിലും അതിനേക്കാളൊക്കെ വലിയ വരുമാനം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തുന്നു. ഇങ്ങനെയുള്ള വളരെ അസ്വാഭാവികമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 3 അധ്യാപികമാരുടെ അറസ്റ്റിന് പിന്നാലെയാണ് ജിജിൻ കുര്യാക്കോസ് എന്ന ഇരിട്ടി സ്വദേശിയിലേക്ക് അന്വേഷണം എത്തി നിൽക്കുകയും ഈ ജിജിന്റെ അക്കൗണ്ടിൽ മാത്രം 1 കോടി അധികം രൂപയുടെ ഒരു ഇടപാടുകൾ നടന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഈ മയക്കുമരുന്ന് കൃത്യമായ ഇടങ്ങളിൽ എത്തിച്ചിരുന്നത് ഇയാളാണ് എന്ന് ഏതാണ്ട് പോലീസിന് ധാരണയായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ നിന്നും കൂടുതൽ ഇടങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളോട് വാങ്ങിയ ഇടപാടുകാർ അല്ലെങ്കിൽ ഇയാളുടെ അക്കൗണ്ടിലേക്ക് വൻതോതിൽ പണം നിക്ഷേപിച്ചിരുന്ന ആളുകൾ എന്നിവരെയൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ വനിതകളായ അധ്യാപികമാർ ഡെലിവറി അല്ലെങ്കിൽ ഈ എവിടെ നിന്നും ഈ സാധന സാമഗ്രി കിട്ടും എന്നതിനപ്പുറം പണം സമാഹരിച്ചതിനപ്പുറം ഇവരും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന ഒരു വിവരമാണ് പോലീസിൽ നിന്നും. അങ്ങനെ ചില വിവരങ്ങളുണ്ട്. ഈ അധ്യാപികമാരൊക്കെ ഇവരോട് സഹകരിച്ചിരുന്നവരൊക്കെ പറയുന്നത് പലപ്പോഴും മയക്കത്തിലൊക്കെ ആയിരുന്നു. ഇവർ ഉച്ചയ്ക്ക് ശേഷം മയങ്ങുന്ന രീതികളാണ്. ഇവരുടെ പെരുമാറ്റത്തിലൊക്കെ അസ്വാഭാവികതയുണ്ട്. ഒപ്പം ഇവർ ആഡംബര ജീവിതം നയിച്ചിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഇതിനോട് ചേർത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അനീഷ്, ഈ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ജിതിൻ എന്ന ആൾ
ഇപ്പോൾ ജിതിനാണല്ലോ അറസ്റ്റിലായിരിക്കുന്നത്, ജിജിൻ കുര്യാക്കോസ് ആണല്ലോ ഏറ്റവും കൂടുതൽ അറസ്റ്റിലായിരിക്കുന്നത്. അപ്പം ഈ 3 അധ്യാപികമാരും ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവർക്ക് ഈ മയക്കുമരുന്ന് സപ്ലൈ ചെയ്ത ആളുകൾ ഈ 1 കോടി രൂപയുടെ ഇടപാട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വരവ് എവിടെ നിന്നാണ്, ആരാണ് ഇവർക്ക് സപ്ലൈ ചെയ്തത്, അങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് വ്യാപകമായ അന്വേഷണം നടത്തേണ്ടി വരും. ഇതിൻ്റെ കേന്ദ്രമെന്ന ഒരു ഏജൻസി ഉണ്ടാകും സ്വാഭാവികമായി, ഇവർക്ക് എവിടെ നിന്നൊക്കെ ലഭിക്കുന്നു എന്നുള്ളത്. ഒപ്പം ഇവരെങ്ങനെ വിതരണം ചെയ്യുന്നു, ആർക്കൊക്കെ വിതരണം ചെയ്തു, ആരൊക്കെയാണ് ഇവരുടെ ഇരകൾ, അങ്ങനെ സമഗ്രമായി തന്നെ ഈ വിഷയത്തെ സമീപിക്കേണ്ടി വരുമല്ലോ. തീർച്ചയായും അത്തരത്തിൽ അന്വേഷണം നീങ്ങുന്നു എന്നാണ് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വെറും 12,000 രൂപ ശമ്പളമുള്ള അധ്യാപികമാരുടെ അക്കൗണ്ടിൽ ഓരോ മാസവും ലക്ഷങ്ങളുടെ ഒരു ഇടപാടുകൾ നടക്കുന്നു എന്നത് അങ്ങേയറ്റം അവിശ്വസനീയമായ ഒരു കാര്യമായി തന്നെ തുടരുകയാണ്. 1 വർഷം മുമ്പ് വരെ തികച്ചും സാധാരണക്കാരായ രീതിയിൽ കേവലം അധ്യാപികമാരായി മാത്രം ജീവിച്ചിരുന്ന ആളുകളാണ്. അവരുടെ ജീവിതശൈലിയിൽ പെട്ടെന്ന് മാറ്റം വരുന്നു, ആഡംബര കാർ വാങ്ങുന്നു, വസ്ത്രധാരണ ആ ശൈലിയിൽ മാറ്റം വരുന്നു. ഒപ്പം വളരെ കാര്യക്ഷമമായി ക്ലാസ് എടുത്ത കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടവരായിരുന്ന അധ്യാപികമാർ പെട്ടെന്ന് അവരുടെ ശൈലി മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ഈ അധ്യയന കാര്യങ്ങളിൽ തീരെ താല്പര്യമില്ലാതെ വരുന്നു. ക്ലാസ് എടുക്കാതെ മാറി പലപ്പോഴും ഒരു മുറിയിലിരിക്കുന്ന അവസ്ഥയിലേക്ക്, ക്ലാസ്സിനിടെ ഉറക്കം തൂങ്ങുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിൽ എന്തൊക്കെയോ അസ്വാഭാവികത ഈ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഈ കുട്ടികളുടെ രക്ഷാകർത്താക്കൾക്ക് തന്നെ തോന്നി തുടങ്ങിയിരുന്നു എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാവ്യക്കെതിരേക്ക് അത്തരത്തിൽ ഈ രക്ഷകർത്താക്കൾ BRCയിൽ പരാതി പോലും നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. അതായത് തനിക്കൊരു അപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുമ്പോൾ പൊതുവായി പിരിവെടുത്ത് ആണ് ഈ കാവ്യ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോലും പോകുന്നത്. അത്തരത്തിൽ പോലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരാളാണ് പിന്നീട് വലിയ രീതിയിലേക്ക് അവരുടെ ജീവിതശൈലി മാറ്റുന്നത്, ആഡംബര ജീവിതത്തിലേക്ക് മാറ്റുന്നത്. ഒപ്പം ഈ അധ്യാപനം എന്നതിനപ്പുറം ഈ ബൺമസ്ക പോലുള്ള ചില തട്ടിക്കൂട്ട് സെറ്റപ്പുകൾ തുടങ്ങുന്നു. അവിടേക്ക് യുവാക്കളൊക്കെ വലിയ തോതിൽ ഒഴുകിയെത്തുന്നു. അർദ്ധരാത്രിയിലൊക്കെ ഇവരുടെ ഈ സ്ഥാപനത്തിലേക്ക് ആളുകൾ എത്തി മടങ്ങുന്നു. അതായത് ഇതൊക്കെ ഒരുപക്ഷെ ഈ മയക്കുമരുന്നിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ടെത്തിയ ആളുകൾ ആവണമെന്നാണ് നമുക്ക് കരുതുന്നത്. ഒപ്പം കീർത്തന എന്നവർ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്, കായിക പരിശീലകയായ സ്ത്രീയാണ്. അവർ ഈ സൂംബ പരിശീലനം എന്ന രീതിയിൽ ഒരു സൂംബ പരിശീലന കേന്ദ്രം നടത്തുന്നു. അവിടെ മദ്യവും മയക്കുമരുന്നൊക്കെ വല്ലാതെ ഉപയോഗിക്കുന്നു കണ്ടെത്തിയതിനെ തുടർന്ന് കെട്ടിടം തന്നെ ഒഴിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇവരുടെ ഒരു ജീവിത ശൈലി കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇതിന് ചേരുന്നതാണ്. അതുകൊണ്ട് കൃത്യമായും ഈ മയക്കുമരുന്നിന്റെ ഉറവിടത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആരാണ് ഈ ശൃംഖലയെ നിയന്ത്രിക്കുന്ന ആൾ, ഏത് ഉറവിടങ്ങൾ വഴിയാണ് ഇതെത്തുന്നത്, എവിടേക്കൊക്കെയാണ് ഇത് എത്തിയിരുന്നത്, വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായിരുന്നു, കാരിയർമാരായോ അല്ലെങ്കിൽ ഉപയോക്താക്കളായോ വിദ്യാർത്ഥികൾ മാറിയിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സമഗ്രമായ അന്വേഷണം വേണം. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് വടകരയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഉത്തരമേഖല IG-യും ഒപ്പം വടകര റൂറൽ SP-യും ഈ കോഴിക്കോട് റൂറൽ പോലീസിന്റെ മേധാവിയും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തായാലും ഈ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അവരൊരു പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിൽ തീർച്ചയായും സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണ്ടിവരും. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് 3 BRCയിൽ ജോലി ചെയ്തിരുന്ന 3 താൽക്കാലിക അധ്യാപകരും ഒപ്പം ഒരു ഡെലിവറി ബോയുമാണ്. ഇവരൊക്കെ സമഗ്രമായി ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിരവധി സ്ഥാപനങ്ങളിലൂടെയൊക്കെയാണ് ഇവർ ഇത്തരത്തിൽ മയക്കുമരുന്ന് വിതരണം നടത്തിയിരുന്നത്. നേരത്തെ ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടൊരു കണ്ടെത്തലുണ്ടായിരുന്നു. ഈ ഡെലിവറി ബോയ്കൾ പല സ്ഥലങ്ങളിലും മയക്കുമരുന്ന് എത്തിക്കുന്നുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ അതിനോടൊക്കെ ഇത് ചേർത്ത് വെക്കുകയും വേണം. തിരുവനന്തപുരത്ത് വൻ ഹെറോയിൻ വേട്ട. 41.8 ലക്ഷം വില വരുന്ന 209 ഗ്രാം ഹെറോയിനാണ് പിടികൂടിയത്. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. അസം സ്വദേശികളായ നസീർ ഉദ്ദീൻ, കൗസർ അഹമ്മദ് മജുംദാർ എന്നിവരാണ് പിടിയിലായത്. RPF ആണ് ഇവരെ പിടിച്ചത്. പ്രതികൾക്കെതിരെ NDPS ആക്ട് പ്രകാരം ഉള്ള കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. കാസർഗോഡ് H1N1 ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. അജാനൂർ സ്വദേശിനി യശോദയാണ് മരിച്ചത്. പ്രദേശത്തെ 7 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ആശങ്കാജനകമാണ് ഒരു മരണം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാസർഗോഡ് ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം ആശങ്കയുയർത്തി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ H1N1 ബാധിച്ച് ഒരു വീട്ടമ്മ മരിച്ചിരിക്കുന്നത്. ഇവരുമായി ഈ അടുത്ത സമ്പർക്ക പട്ടികയിലുള്ള 7 പേരുടെ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. അജാനൂർ പഞ്ചായത്ത് പരിധിയിലെ കാഞ്ഞങ്ങാട് മാടിക്കോത്ത് പൊന്നൊക്കാൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കരുണാകരന്റെ ഭാര്യ യശോദയാണ് മരിച്ചത്.
ഇവർക്ക് ശക്തമായ പനിയും ചുമയും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് കാഞ്ഞങ്ങാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ H1N1 ലക്ഷണം കണ്ടതോടെയാണ് ഇവരെ മംഗളൂരുവിലേക്ക് മാറ്റിയത്. 3 ദിവസമായി ഇവിടെ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. ഇവരുടെ സമ്പർക്ക പട്ടികയിലുള്ള 7 പേർക്ക് പനിയും ചുമയും ഉൾപ്പെടെ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് വിവരം. ഇവരുടെ സാമ്പിളുകളാണ് ഇപ്പോൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവർക്ക് മാസ്ക് ഉൾപ്പെടെ ധരിച്ച് മുൻകരുതൽ നടപടി സ്വീകരിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ആരോഗ്യ വിഭാഗം ഈ പ്രദേശത്തെത്തി മുൻകരുതൽ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗീതാ മംഗളത്ത് ആണ് ഇവരുടെ നേതൃത്വം നൽകുന്നത് ഈ ഒരു സംഭവത്തിൽ. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് ഷിഗല്ല ബാധിച്ച് അജാനൂർ പഞ്ചായത്തിലെ തന്നെ ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു 19-കാരനി അമീബക് മസ്തിഷ്ക ജ്വരവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരെ മംഗളൂരുവിൽ ചികിത്സയിലാണ്. ഇങ്ങനെ ആശങ്കയുണ്ടാക്കുന്ന വിധം പലതരത്തിലുള്ള രോഗങ്ങൾ, പനിയോടൊപ്പം H1N1 തുടങ്ങി നിരവധി രോഗലക്ഷണങ്ങളോടുകൂടി ആളുകൾ കണ്ടെത്തുന്ന വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 19-കാരന്റെ ആരോഗ്യനില മോശമാണ്. അവർ മംഗളൂരുവിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. എന്തായാലും ഷിഗല്ല ഉൾപ്പെടെ വലിയ തോതിൽ ഇത്തരത്തിൽ രോഗം വ്യാപിക്കുന്നത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നതും. രഞ്ജിത്ത്. ശരി, ബൈജു തുടരുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ MK റാമുമായി ഇന്നും തെളിവെടുപ്പ് തുടരാനാണ് പോലീസിന്റെ നീക്കം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലും റാമിന്റെ ക്ലിനിക്കിലുമാകും തെളിവെടുപ്പ് നടക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ തെളിവെടുപ്പ് ഉണ്ടായിരുന്നത് മൊബൈൽ ഫോൺ, ഇന്ന് മുതൽ തെളിവെടുപ്പ് ആരംഭിക്കും. ഇന്നലെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും എന്നുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. ഇന്നലെയാണ് റാമിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? റാമുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതുവരെ ഏതൊക്കെ തലത്തിലുള്ള അന്വേഷണം നടന്നു കഴിഞ്ഞു? രഞ്ജിത്തെ, വിശദമായ മൊഴിയെടുക്കലാണ് കഴിഞ്ഞ ദിവസം നടന്നതെങ്കിൽ ഇന്ന് തെളിവെടുപ്പ് നടത്താനുള്ള ഒരു നീക്കത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം ഉള്ളത്. അതായത് ആദ്യ അന്വേഷണ സംഘം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെത്തി ഇത്തരത്തിൽ ഒരു തെളിവെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത്തരം നടപടികളിൽ ഒന്നും കടന്നില്ല. ഏതായാലും പുതിയ അന്വേഷണ സംഘം അങ്ങനെ ഒരു നീക്കമാണ് നടത്തുന്നത്. ഇന്ന് ആദ്യം ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലാണ് തെളിവെടുപ്പിനായി കൊണ്ടുപോവുക. അതിനുശേഷമായിരിക്കും ഉച്ചയ്ക്ക് ശേഷം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ തെളിവെടുപ്പ് നടത്തും. അവിടെ ഈ നിതിൻ രാജ് താമസിച്ച ഹോസ്റ്റൽ മുറിയിൽ ഉൾപ്പെടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ റാം കഴിഞ്ഞ അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയ അതേ മൊഴിയാണ് നൽകിയിട്ടുള്ളത്. താൻ ഈ നിതിൻ രാജിനെ ഏതെങ്കിലും തരത്തിൽ മാനസികമായ സമ്മർദ്ദത്തിലാക്കിയോ അത്തരം ജാതീയമായ അധിക്ഷേപമോ ഒന്നും നടത്തിയിട്ടില്ല എന്ന് റാം ആവർത്തിച്ചു. അതോടൊപ്പം താൻ കർക്കശക്കാരനായ ഒരു അധ്യാപകനായിരുന്നു. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് തന്നോടുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മൊഴി നൽകാൻ ഇടയായതെന്ന ഒരു വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത്. എന്തായാലും റാമിന്റെ മൊഴിയെടുക്കലും അതുപോലെ തന്നെ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. ഇനി 3 ദിവസം കൂടി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ റാമിനുണ്ട്. അത് കഴിഞ്ഞാൽ കോടതിയിൽ ആരോഗ്യ റിപ്പോർട്ട് ഉൾപ്പെടെ മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ ഹാജരാക്കിയാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു തെളിവെടുപ്പ് നിർണായകമായിരിക്കും. റാമിനെ ആദ്യമായാണ് ഈ ഒരു കേസിന് ശേഷം കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് എന്നതും പ്രത്യേകതയുണ്ട്. കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും പ്രതിഷേധം ഉയരുന്ന സാഹചര്യം ഉണ്ടാവുന്ന കണക്കെടുത്തത് തന്നെ വലിയ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർണായകമായ ഒരു അന്വേഷണത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു മൊഴിയെടുക്കലിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നതെന്ന് വേണം പറയാൻ. അതിലേറ്റവും പ്രധാനം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് റാമിനെ ഇത്തരത്തിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കണം എന്നതുകൊണ്ട് തന്നെ ഈ നടപടി ഇന്ന് അവസാനിപ്പിച്ച് ഇനി മൊബൈൽ ഫോൺ ഇതിൽ ഏതെങ്കിലും ടാറ്റ് ഉണ്ടോ എന്നത് അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് ഈ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. ഏതായാലും റാമിന്റെ ക്ലിനിക്കിലും അതോടൊപ്പം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലുമുള്ള തെളിവെടുപ്പ് ഇന്ന് നടത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. രഞ്ജിത്ത്. ശരി. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന്.
ഡെപ്യൂട്ടി മേയറായിരുന്ന ദീപക് ജോയ് തൃപ്പൂണിത്തുറയിൽ നിന്നും MLA ആയി വിജയിച്ച പശ്ചാത്തലത്തിലാണ് കോർപ്പറേഷനിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത്. കൗൺസിലിൽ UDFന് മികച്ച ഭൂരിപക്ഷമാണുള്ളത്. UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ എളമക്കര സൗത്ത് ഡിവിഷൻ കൗൺസിലർ VR സുധീറാണ് മത്സരിക്കുന്നത്. 4ാം തവണയാണ് സുധീർ കൗൺസിലറാകുന്നത്. CPMൽ PJ യേശുദാസ് സ്ഥാനാർത്ഥിയാകും. BJP മത്സരരംഗത്തുണ്ട്. ഡോക്ടർ ജലജ ആചാര്യയാണ് സ്ഥാനാർത്ഥി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഇപ്പോഴത്തെ ഭൂരിപക്ഷം വെച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും, സംശയമില്ല. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, തൃപ്പൂണിത്തുറ MLA മത്സര രംഗത്ത് എത്തിയതോടെ കൂടിയാണ്, അതായത് തൃപ്പൂണിത്തുറ MLA ആയി ദീപക് ജോയിയെ തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് നിലവിൽ ഡെപ്യൂട്ടി മേയർ മത്സരം തെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. ദീപക് ജോയിയുടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിർബന്ധിതമാവുകയായിരുന്നു. എന്തായാലും മികച്ച ഭൂരിപക്ഷമാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ UDFനുള്ളത്. UDF സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിലെ എളമക്കര സൗത്ത് ഡിവിഷനിലെ VR സുധീറാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. 4ാം തവണയാണ് സുധീർ ഇപ്പോൾ കൗൺസിലർ ആയിരിക്കുന്നത്. 4ാം തവണയാണ്. BJP അതുപോലെ തന്നെ മത്സര രംഗത്തുണ്ട്. CPM സ്ഥാനാർത്ഥി PJ യേശുദാസ് ആണ് CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട്. എന്തായാലും UDFന് മേൽക്കൈ ഉള്ളത് സാഹചര്യത്തിൽ തന്നെ എന്തായാലും ഡെപ്യൂട്ടി മേയറും UDF സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും തെരഞ്ഞെടുക്കപ്പെടുക. UDF സ്ഥാനാർത്ഥി തന്നെയായിരിക്കും. വലിയൊരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ വലിയൊരു ആശങ്കയ്ക്കൊന്നും സാധ്യതയില്ല. എന്നിരുന്നാലും ഡെപ്യൂട്ടി മേയർ മത്സരം തെരഞ്ഞെടുപ്പ് വേണ്ടി വന്ന സാഹചര്യം MLA സ്ഥാനാർത്ഥിയായി ദീപക് ജോയി മത്സരിച്ച് അദ്ദേഹം MLA തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് നിലവിൽ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്. ശരി ആജ്ഞ. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദത്തിനിടെ BJPയുടെ സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് ചേരുകയാണ്. കോർ കമ്മിറ്റി യോഗം വിളിക്കണമെന്നായിരുന്നു ആവശ്യമെങ്കിലും നേതൃത്വം അതിന് തയ്യാറായിട്ടില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള നിലവിലെ ഭാരവാഹികളുടെ യോഗമാണ് രാജീവ് ചന്ദ്രശേഖർ വിളിച്ചത്. B മുരളീധരനും K സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള മുൻ പ്രസിഡന്റുമാർക്ക് യോഗത്തിലേക്ക് ക്ഷണമില്ല എന്നാണിപ്പോൾ അറിയുന്നത്. ഭാരവാഹികളിലെ തർക്കം പരിഹരിക്കാനാണ് യോഗം എന്നാണ് സൂചന. നേരത്തെ നമുക്കറിയാം ഫണ്ട് വിവാദവുമൊക്കെ ബന്ധപ്പെട്ട് പാർട്ടി വലിയ പ്രതിരോധത്തിലൊക്കെയാണ്. നിരവധി ആരോപണങ്ങളുണ്ട്. പാർട്ടി നേതാക്കൾക്കെതിരെ പോലും ചില ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷെ അതൊക്കെ പാർട്ടി പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം പാർട്ടിയിലെ നേതാക്കൾക്കിടയിലുള്ള വലിയ വിഭാഗീയതയുണ്ട്. ഈ വിഷയത്തിലും ചർച്ചകൾ ഉണ്ടാകും യോഗത്തിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കു സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ്. നാളെ 8 ജില്ലകളിൽ, ഇന്ന് 7 ആണെങ്കിൽ നാളെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. അതായത് മഴ നാളെയും തുടരും. ഒരു പക്ഷേ മഴ ഒരാഴ്ച എങ്കിലും നീണ്ടു നിന്നേക്കാം എന്നാണ് വിവരം. നമുക്കറിയാം ഇത്തവണ കാലവർഷം ഏതാണ്ട് 36% കാലവർഷത്തിൽ മൊത്തത്തിൽ കുറവുണ്ടായത്. അത് പരിഹരിക്കുമോ ഇനിയുള്ള ദിവസം എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ശനിയാഴ്ച വരെ ഇപ്പോൾ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും കാത്തിരുന്ന് കാണാം കാലവർഷം സംസ്ഥാനത്തെ കനിയുമോ എന്നുള്ളത്. ഇടവേള. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം.
വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ പുതിയ പരിഷ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പേരുകളിലും മറ്റ് വ്യക്തിഗത വിവരങ്ങളിലുമുള്ള കൃത്യതയാണ്. അപേക്ഷകന്റെ പേര്, ജനനത്തീയതി, ലിംഗഭേദം എന്നിവ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് തുല്യമായി തന്നെ പുതിയ പാൻ അപേക്ഷാ ഫോമിലും പൂരിപ്പിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും അപേക്ഷകൾ നിരസിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതിനാൽ പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നവർ തങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തണം. വിവരങ്ങളിലെ ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ ആദ്യം നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് ഒന്ന് പോകണം. അവിടെ ഇറാഖിലെ ഇറാൻ അനുകൂല ഭീകര കേന്ദ്രങ്ങളിലേക്ക് US-ഉം സൗദി അറേബ്യയും സംയുക്തമായി ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിലെ പെട്രോളിയം കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ മിസൈൽ ഡ്രോൺ വർഷങ്ങൾക്ക് തിരിച്ചടിയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. IRGCയുടെ നിർദ്ദേശപ്രകാരമാണ് ഭീകര സംഘടനകൾ അപ്രതീക്ഷിത ആക്രമണം നടത്തിയെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ ആരോപണം. ഇതിനിടെ IRGC ഹോർമുസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ജോർദാനിലെ US-ന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്കും ആക്രമണമുണ്ടായി എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ US സന്ദർശനം ഇതിനിടെ തുടരുകയാണ്. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, ഇപ്പോൾ നേരത്തെ സൗദിയിലെ പല കേന്ദ്രങ്ങളിലേക്കും തലസ്ഥാനത്തേക്കടക്കമുള്ള റിയാദിലേക്ക് സൗദിയുടെ പല മേഖലകളിലുമൊക്കെ ഇറാഖിലെ കേന്ദ്രങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടായിരുന്നു. അതിന് ഇറാന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ. ഇതിനുള്ള തിരിച്ചടി എന്ന് വേണം കരുതാൻ. ഇപ്പോൾ US കൂടി ഈ ആക്രമണത്തിൽ പങ്കാളികളായിരിക്കുന്നു സൗദിക്കൊപ്പം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സൗദി തിരിച്ചാക്രമിക്കുന്നുണ്ട്. ഹൂതികൾക്ക് നേരെ ആക്രമണമുണ്ട്. ഇപ്പോൾ US കൂടി ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് ഈ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യേകത. രാജ്യത്ത് ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ തങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്ന് ട്രംപ് ഔദ്യോഗികമായി പറഞ്ഞതിന് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സംഘർഷങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുതുതായി ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളിൽ സൗദി അറേബ്യ കൂടി പങ്കാളികളായി എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇറാഖിലുള്ള ഇറാൻ അനുകൂല ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും US-ഉം സൗദി അറേബ്യയും കൂടി സംയുക്തമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയത്. ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് മേഖലയിലേക്ക് നേരിട്ടെത്തിയാണ് ഈ ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും കണ്ടക്ട് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇറാഖിലുള്ള പ്രധാനമായിട്ട് PMF എന്ന് പറയുന്ന സംഘടനകൾ, അതായത് പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ്, ഈ ഒരു സംഘടന ഇറാനെ കാലങ്ങളായി തന്നെ പിന്തുണയ്ക്കുന്ന ഒരു ഭീകരവാദ സംഘടനയാണ്. അപ്പോൾ ഇവരുടെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. ബസ്ര എന്ന് പറയുന്ന ഒരു നഗരത്തിലുള്ള PMF-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പൂർണ്ണമായിട്ടും ഈ ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട്. സൗദി അറേബ്യ ഈ ആക്രമണത്തെ പറ്റി പറയുന്നത് അവരുടെ നിരവധി പെട്രോളിയം കേന്ദ്രങ്ങളിലേക്കൊക്കെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ആക്രമണം നടത്താൻ വേണ്ടി ശ്രമിച്ചു. UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 51 പ്രകാരം സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം സൗദി അറേബ്യയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ച് ഈ മേഖലകളിലേക്ക് ആക്രമണം നടത്തിയത് എന്നാണ് സൗദി അറേബ്യ പറയുന്നത്. പ്രധാനമായിട്ടും റിയാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ജനവാസ മേഖലകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പെട്രോളിയം മേഖലകളിലേക്കായിരുന്നു ഈ ആക്രമണം. എന്നാൽ തങ്ങൾ ഈ ആക്രമണങ്ങളെ എല്ലാം പ്രതിരോധിച്ചതായിട്ടും സൗദി അറേബ്യ പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നു. US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത് IRGCയുടെ നിർദ്ദേശപ്രകാരമാണ് ഇറാഖിലുള്ള ഈ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ്. 72 മണിക്കൂറിനിടെ 30 ആക്രമണങ്ങൾ ഇവർ കണ്ടക്ട് ചെയ്തതായിട്ടും IRGC പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 600ഓളം ആക്രമണങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നതായിട്ടും US-ന്റെ പ്രസ്താവനയിൽ പറയുന്നു. അപ്പോൾ ഇറാന് നേരെ മാത്രമല്ല ഇറാഖിലുള്ള ഇറാൻ അനുകൂല ഭീകരവാദ കേന്ദ്രങ്ങളെയും US ഇപ്പോൾ ലക്ഷ്യമിടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം IRGCയും വെറുതെ ഇരിക്കുന്നില്ല. ഇറാൻ നിലവിൽ ഔദ്യോഗികമായിട്ട് തന്നെ സൗദി അറേബ്യയിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്ക് തങ്ങൾക്ക് പങ്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ IRGCയുടെ ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത് ജോർദാനിലേക്ക് ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നിൽ തങ്ങളാണ് എന്നാണ്. കഴിഞ്ഞ ഏതാനും
മണിക്കൂറിനിടെ സൗദി അറേബ്യയിലും ജോർദാനിലുമാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. ഇതിൽ ജോർദാനിലേക്ക് ആക്രമണം നടത്തിയത് IRGCയുടെ നേതൃത്വത്തിലാണെന്ന് IRGC നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങൾ US അവരുടെ പ്രതിരോധ ഫോഴ്സ് ഉപയോഗിച്ച് ഈ മിസൈൽ ആക്രമണങ്ങളെല്ലാം തടഞ്ഞതായിട്ടാണ് വിവരം. അതുമാത്രമല്ല, ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയിരുന്ന 3 കപ്പലുകളെ ആക്രമിച്ച് തടഞ്ഞതായിട്ടും IRGC അവർ പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇറാന്റെ നിർദ്ദേശം പാലിക്കാതെ കടന്നുപോയിട്ടുള്ള 3 കപ്പലുകളെയാണ് ആക്രമിച്ചതെന്നും IRGC കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസിലുണ്ടല്ലോ, ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയൊക്കെ ഫലപ്രദമായിരുന്നു എന്നുള്ള പ്രസ്താവന ഉണ്ടെങ്കിലും വിശദാംശങ്ങളൊന്നും വൈറ്റ് ഹൗസ് പങ്കുവെച്ച് കണ്ടില്ല. ഏതൊക്കെ തലങ്ങളിൽ ചർച്ചയുണ്ടായി എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. പക്ഷെ അപ്പോഴും അത്ര സുഖകരമായ ഒരു കൂടിക്കാഴ്ചയും മറ്റുമല്ല, അല്ലെങ്കിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് യാതൊരു ഉറപ്പും ഇസ്രായേലിന് അമേരിക്ക നൽകിയിട്ടില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. നിലവിലുള്ള ഒരു സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം US നിന്ന് വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് 90 മിനിറ്റാണ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. പ്രധാനമായിട്ടും പശ്ചിമേഷ്യൻ വിഷയം തന്നെയാണ് ചർച്ചയായിട്ടുണ്ടാവുക. ഇതിൽ ട്രംപിൻ്റെ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇരു നേതാക്കളും ചർച്ച ശുഭകരമായിരുന്നു എന്നും നല്ല രീതിയിൽ ഈ ചർച്ച പര്യവസാനിച്ചതായിട്ടുമാണ് രണ്ട് നേതാക്കളും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങളൊന്നും ഇരുവരും ഒരു പ്രസ് മീറ്റ് നടത്തി വിശദീകരിച്ചിട്ടില്ല. അത്തരം ഇരു നേതാക്കളും ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും US സന്ദർശനം നടത്തി നാളെയോടെ ആയിരിക്കും ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങുക. ശരി അജയ്, ഇന്നലെയാണ് ജപ്പാനിൽ അതിശക്തമായ ഭൂചലനം ഉണ്ടായത്. ഇപ്പോൾ മരണസംഖ്യ 13 എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സുനാമി മുന്നറിയിപ്പൊക്കെ ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നു. നിരവധി പേർക്ക് പരിക്കുണ്ട്. പ്രധാനമായും കുമാമോട്ടോ മേഖല തെക്കൻ ഭാഗത്ത്, ജപ്പാൻ തെക്കൻ ഭാഗത്തുള്ള കുമാമോട്ടോ മേഖലയിലാണ് റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സമീപ പ്രദേശങ്ങളിൽ നിരവധി തുടർ പ്രകമ്പനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയോൺ മോൾ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അത് തകർന്നു വീഴുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ ഭീകരമാണ്. അവിടെ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നും മരണസംഖ്യ ഉയർന്നേക്കാമെന്നും ഒക്കെയാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരുന്നു. ആ മുന്നറിയിപ്പ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. തീരദേശങ്ങളിലുള്ളവരോട് മാറി താമസിക്കാൻ ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ച പശ്ചാത്തലമുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങൾ ജപ്പാന് സഹായവുമായി രംഗത്ത് വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും നമുക്കറിയാം, ജപ്പാൻ പലപ്പോഴും സുനാമിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ മരണം 13 എത്തിയിരിക്കുന്നു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ജനജീവിതം ഇപ്പോൾ അല്പം പ്രതിസന്ധിയിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ കോളേജുകളിൽ HIV പരിശോധന കർശനമാക്കാൻ കർണാടക സർക്കാർ. വിദ്യാർത്ഥികളുടെ സ്വകാര്യത അധിഷ്ഠിതമാക്കി QR കോഡ് മുഖേന പരിശോധന നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ആശങ്കാജനകമായ കണക്കുകൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. 18-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കിടയിലാണ് HIV ഏറ്റവും വേഗത്തിൽ പടരുന്നതെന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് കോങ്ങാട് ചക്ക തലയിൽ വീണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരുന്ന യുവാവ് മരിച്ചു. കോങ്ങാട് സ്വദേശി ശശിയാണ് മരിച്ചത്. പ്ലാവിൽ നിന്നും ചക്ക ഇടുന്നതിനിടെയായിരുന്നു അപകടം. കോതമംഗലം കുത്തുകുഴിയിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷണം പോയി. ഹെൽമറ്റ് ധരിച്ചെത്തിയ 2 യുവാക്കളാണ് ബൈക്ക് മോഷ്ടിച്ചുകൊണ്ടുപോയത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തൃശൂർ സ്വദേശിയായ വിദ്യാർത്ഥിയുടേതാണ് ഈ ബൈക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് കാരശ്ശേരിയിൽ വീടുകളിൽ മോഷണ ശ്രമം. സ്ത്രീകളുടെ വസ്ത്രമണിഞ്ഞാണ് മോഷണം എത്തുക. കാരശ്ശേരി സ്വദേശി ഷിഹാബിൻ്റെ വീട്ടിലാണ് മോഷണ ശ്രമം ഉണ്ടായത്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വസ്ത്രങ്ങളൊക്കെ സ്ത്രീകൾ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11:45 ഈ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞത്. തൊട്ടടുത്ത പ്രദേശമായ പട്ടർച്ചോല മുണ്ടയിലെ പള്ളിയിലും മോഷണ ശ്രമം നടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംഭവത്തിൽ പോലീസിൻ്റെ അന്വേഷണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. വള്ളസദ്യക്കാലത്ത് ആറന്മുളയിൽ ഭിന്നതയുണ്ടെന്നുള്ള പ്രചാരണം തള്ളി ആറന്മുള പള്ളിയോട സേവാ സംഘം
വള്ളസദ്യയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങളും സഹായങ്ങളും ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിൽ ലഭിക്കുന്നുണ്ടെന്നും വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ പറഞ്ഞു. ഉപദേശക സമിതിയും പള്ളിയോട സേവാ സംഘവും ഒക്കെ രണ്ട് തട്ടിൽ നിന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെ ഒരു തട്ടിലില്ല. അങ്ങനെ ഉപദേശ സമിതിയും പള്ളിയോട സേവാ സംഘവും രണ്ട് തട്ടിലൊന്നും ആയിട്ടില്ല. അതാരോ ദുരാഭരണം അടിക്കുന്ന, അതാരോ കുബുദ്ധികൾ നടത്തുന്ന പ്രചരണമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അവരും ഞങ്ങളും എല്ലാം സഹകരിച്ചാണ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പള്ളിയോട സേവാ സംഘം, ദേവസ്വം ബോർഡ്, ഭക്തജന സമിതി, ഉപദേശ സമിതി ഇവരിലെ ഓരോ ആൾക്കാരെ എടുത്ത് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കി അവരുടെ മേൽനോട്ടത്തിൽ വേണം നടത്താൻ എന്നുള്ള ഹൈക്കോടതി വിധിയുണ്ട്. അങ്ങനെ അത് സുഗമമായിട്ട് പോകുന്നുണ്ട്. അതിനകത്ത് യാതൊരു വിഘ്നവും ഇല്ല. ഈ തർക്കത്തിൽ ഞങ്ങളെ വിളിച്ചിരിക്കുകയും ഈ ഭക്തജനങ്ങൾ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടായിരിക്കുന്ന ഒരു അഭ്യർത്ഥന മാത്രം ദേവസ്വം ബോർഡിനോടും ബാക്കിയുള്ളവരോടേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഈ സീസൺ സമയത്ത് ഇത്തരത്തിലുള്ള സ്ഥാനത്തിരിക്കുന്നവരെ മാറ്റുന്നത് ശരിയല്ല. അല്ല, അങ്ങനെ ഈ മാറ്റുമോ മാറ്റാതിരിക്കുമോ എന്നുള്ള ദേവസ്വം ബോർഡിന്റെ പരമാധികാരമാണ്. ഒരു എയോയെ മാറ്റണോ. പക്ഷെ നമ്മുടെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്ന എയോ ഈ കാര്യങ്ങൾ ചെയ്തു തരാനും കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു തരാനും പറഞ്ഞാൽ ഉടനെ മുന്നിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു താല്പര്യമായിട്ട് ഈ കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് താല്പര്യമായിട്ട് അവർ നിന്ന് ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതിന് മറ്റു പുതിയ ഒരാൾ പെട്ടെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് വന്നാൽ ഇപ്പൊ 1-ാം തീയതി തൊട്ട് 10 വള്ളം ഡെയിലി വരിക. അപ്പൊ ആൾക്കാർ 4000-5000 ഈ ക്ഷേത്രത്തിൽ ചുറ്റും ഉണ്ടാവും. അപ്പം പെട്ടെന്ന് മാറിയാൽ എന്തെങ്കിലും ഒരു ഇതുണ്ടായാൽ അതിന് സഹായിക്കാൻ പറ്റുമെന്നുള്ള ആശങ്ക ദേവസ്വം ബോർഡിന് മുന്നിൽ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വർഷവും ചില പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ശരിയാണോ? അല്ല, ഇതൊരു പ്രശ്നമായിട്ടേ തോന്നുന്നില്ല. ഇതാകുമ്പോ സ്വാഭാവികമായിട്ടുണ്ട്. ഇതൊരു വിഷയമേ അല്ല, പ്രശ്നവുമല്ല, ഒന്നുമല്ല. വളരെ സ്മൂത്തായിട്ട് ഭഗവാന്റെ കാരുണ്യത്തിൽ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇത് ഇന്റേണലായിട്ട് ഉണ്ടാകുന്ന ചെറിയ തർക്കങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ അങ്ങ് പരിഹരിച്ചു പോകും. അതൊരു വിഷയമായിട്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാണ് ആറന്മുള വള്ളസദ്യ നടക്കുന്നത്. അത്തരത്തിൽ തന്നെ നടക്കണമെന്നാണ് അവരുടെയും ആവശ്യം. ആറന്മുളയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. ഐസ്ക്രീമിൽ ഫ്ലേവറുകൾ അല്ലാതെ എന്തൊക്കെ വൈവിധ്യങ്ങൾ പരീക്ഷിക്കാനാകും? രുചിക്കൂട്ടിൽ പല വൈവിധ്യങ്ങളും സാധ്യമാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മെറി ക്യാൻ. ലെയർഡ് ഡെസേർട്ട് അനുഭവം മെറി ക്യാൻ വിപണിയിലെത്തിച്ചത് മേഴ്സിലീസ് ഐസ്ക്രീമാണ്. പരമ്പരാഗത ഐസ്ക്രീം സങ്കല്പങ്ങളോട് ഗുഡ് ബൈ പറയാം. ഡെസേർട്ട് ആകുമ്പോൾ ഇങ്ങനെ വേണം. ഓരോ സ്പൂണിലും വ്യത്യസ്ത രുചി അനുഭവം. പ്രീമിയം ഐസ്ക്രീം, ഫ്രൂട്ട് സോസുകൾ, കേക്ക്, ബിസ്ക്കറ്റ്, ക്രഞ്ചി നട്ട്സ് എന്നിവ ഉൾപ്പെടുന്ന മൾട്ടി ലെയർഡ് ഡെസേർട്ട് അനുഭവമാണ് മെറി ക്യാൻ. വെറൈറ്റി ഫ്ലേവറുകളിലല്ല, മറിച്ച് ഒറ്റ ടേസ്റ്റിൽ പുതുമയും സംതൃപ്തിയും സമ്മാനിക്കുന്ന ഡെസേർട്ട് അനുഭവമാണ് ലക്ഷ്യമെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോസഫ് എം കടമ്പുക്കാട്ടിൽ. ഏറ്റവും ഫ്രഷായ പാല് നമ്മൾ ഐസ്ക്രീം ആക്കുന്നതിനാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടേസ്റ്റും ക്വാളിറ്റിയും നമുക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇന്ന് മെർസിലീസിൻ്റെ ഒരു വിജയം. ഈ മെറി ക്യാനിൽ പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ ഒപ്പം തന്നെ നല്ല നമ്മുടെ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും നാച്ചുറൽ കളർ നാച്ചുറൽ ഫ്ലേവറിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒപ്പം തന്നെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മുടെ ഹോൾ സ്ട്രോബെറി അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പീസും അതേപോലെ തന്നെ മാംഗോ പൾപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒരു 4 വേരിയൻറ്റ് നമ്മൾ ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്തേക്കാം. അപ്പോൾ ചോക്ലേറ്റ്സ് ബ്ലൂബെറി സ്വെറലുണ്ട്, മാംഗോ പാരഡൈസ് ഉണ്ട്, സ്ട്രോബെറി ഓവർലോഡ് ഉണ്ട്, പിന്നെ വെൽവെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ 4 പ്രൊഡക്റ്റ് എസ്ക്യൂസ് ആണ് നമ്മുടെ ഒന്ന് ലോഞ്ച് ചെയ്തേക്കുന്നത്. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലെ അത്യാധുനിക പ്ലാന്റിലാണ് മേഴ്സിലീസ് മെറി ക്യാന്റെ നിർമ്മാണം. ശുദ്ധമായ പാൽ, വെണ്ണ, യഥാർത്ഥ പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് സവിശേഷത. പ്രകൃതിദത്ത നിറങ്ങളിലും ഫ്ലേവറുകളിലുമാണ് മേഴ്സിലീസ് ഐസ്ക്രീം തയ്യാറാക്കുന്നത്. പ്രീബയോട്ടിക്, പ്രോബയോട്ടിക് ഐസ്ക്രീമുകൾ ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കമ്പനി ഇതിനകം വിപണിയിലെത്തിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കൃത്രിമ സൂര്യനെ നിർമ്മിക്കാനുള്ള നിർണായക ചുവടുവയ്പ്പിലേക്ക് ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കണ്ടക്ടിംഗ് ഫ്യൂഷൻ മാഗ്നറ്റിന്റെ നിർമ്മാണവും പരീക്ഷണവും പൂർത്തിയാക്കി. ന്യൂക്ലിയർ ഫ്യൂഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കൃത്രിമ സൂര്യൻ 4 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമായേക്കും. ആകാശത്തിലുള്ളതുപോലെ ഭൂമിയിലും ഒരു സൂര്യൻ എങ്ങനെയുണ്ടാവും? കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ സംഗതി സത്യമാണ്. കൃത്രിമ സൂര്യനെ നിർമ്മിക്കാനുള്ള ഉദ്യമം ചൈന തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇപ്പോൾ ആ പരീക്ഷണത്തിൽ ഒരു നിർണായക ഘട്ടത്തിലും എത്തി. സൂര്യൻ ഊർജ്ജമുണ്ടാക്കുന്ന അതേ പ്രക്രിയ പുനഃസൃഷ്ടിക്കുന്ന ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറാണ് കൃത്രിമ സൂര്യൻ. ഹൈഡ്രജൻ ആറ്റങ്ങൾ 10 കോടി ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ സംയോജിക്കുമ്പോൾ കാർബൺ മലിനീകരണമില്ലാതെ ശുദ്ധമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടും. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കണ്ടക്ടിംഗ് ഫ്യൂഷൻ മാഗ്നറ്റിന്റെ നിർമ്മാണവും പരീക്ഷണവും പൂർത്തിയാക്കി. ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ ശുദ്ധവും ഏതാണ്ട് പരിധിയില്ലാത്തതുമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആവശ്യമായ ഒരു പ്രധാന ഘടകം. കൃത്രിമ സൂര്യനിലേക്കുള്ള യാത്രയിൽ അതൊരു നിർണായക ഘട്ടമായിരുന്നു.
ചൈനീസ് അക്കാഡമി ഓഫ് സയൻസസിന് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ ഫിസിക്സ് ആണ് പദ്ധതി വികസിപ്പിക്കുന്നത്. ടൊറോയിഡൽ ഫീൽഡ് സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റ് 21 മീറ്റർ നീളവും 12 മീറ്റർ വീതിയും 582 ടൺ ഭാരവുമുള്ള ഡി ആകൃതിയിലുള്ള ഒരു കൂറ്റൻ ഘടനയാണ് സംഗതി. മറ്റു രാജ്യങ്ങളിലും സമാനമായ പദ്ധതികൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിലും ചൈനയുടെ കൃത്രിമ സൂര്യന്റെ വലിപ്പമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. പ്ലാസ്മയെ സൂപ്പർ കണ്ടക്ടർ മാഗ്നറ്റുകളുടെ സഹായത്തോടെ അതിതീവ്ര താപനിലയിൽ നിയന്ത്രിച്ചാണ് കൃത്രിമ സൂര്യന്റെ പ്രവർത്തനം. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്യൂഷൻ പദ്ധതിയായ ഇന്റർനാഷണൽ തെർമോന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടറിനായി വികസിപ്പിച്ച സമാനമായ കാന്തങ്ങളെ അപേക്ഷിച്ച് 1.3 മടങ്ങ് വ്യാപ്തിയും 3 ഇരട്ടി ഊർജവും സംഭരിക്കാൻ ശേഷിയുള്ള ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്യൂഷൻ റിയാക്ടർ സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റ് ഇതാണെന്ന് ഗവേഷകർ പറയുന്നു. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഫ്യൂഷൻ ഊർജ ഉൽപാദനത്തിനായി ചൈന 3 ഘട്ടങ്ങളുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 2027ഓടെ ബേണിംഗ് പ്ലാസ്മ എക്സ്പെരിമെന്റൽ സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കാമാക് പൂർത്തിയാകും. തുടർന്ന് 2030ഓടെ ആദ്യത്തെ ഫ്യൂഷൻ ഊർജ ഉൽപാദനം നടക്കുമെന്നുമാണ് പ്രതീക്ഷ. ഊർജ പ്രതിസന്ധി പരിഹരിക്കാനും കാർഷിക മേഖലയ്ക്ക് സഹായകരമാകാനുമാണ് കൃത്രിമ സൂര്യനിലൂടെ ചൈന ലക്ഷ്യമിടുന്നത്. അതായത് ചൈനയുടെ കൃത്രിമ സൂര്യൻ 2030 ഉദിച്ചേക്കും. ലോകത്തിന് തന്നെ അതൊരു വലിയ ചുവടുവയ്പുമാകും. നമുക്കിനി ന്യൂസ് 8ന്റെ സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകാം. പോത്തങ്കോട് വേങ്ങോട് ദീപുലാൽ രേഷ്മ ദമ്പതികളുടെ മകൾ ധ്വനിയുടെ 2ാം പിറന്നാൾ ഇന്നാണ്. ധ്വനിക്ക് ആശംസകളുമായി ബന്ധുക്കളുണ്ട്. ഒപ്പം ന്യൂസ് 8ന്റെയും ആശംസ ധ്വനിക്കുട്ടിക്ക്. പത്തനാപുരം മാങ്കോട് സ്വദേശി ധന്യയുടെ ജന്മദിനമാണ് ഇന്ന്. ബന്ധുക്കളും സുഹൃത്തുക്കളും ധന്യയ്ക്ക് ജന്മദിന ആശംസകൾ നേരുന്നു. ധന്യയ്ക്ക് ഞങ്ങളും നല്ലൊരു ജന്മദിനം ആശംസിക്കുന്നു. അപ്പോൾ രാവിലെ പൂർത്തിയാകാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.